അപ്പോൾ നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആണെന്ന് എനിക്ക് ഉറപ്പായി, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ മോഡൽ. അല്ല, ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എന്താ തന്നത്? RNA-യിലുള്ള ഷുഗർ ആണ്, ഷുഗർ മോളിക്യൂളാണ് തന്നിരിക്കുന്നത്. RNA ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ DNA-യിൽ ഏതാണ്? ആ പേര് തന്നെ പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലേ? അപ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവരും ഇത് ശരിയാക്കിയിട്ടുണ്ടാവും, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ദ ആൻറ്റിബോഡീസ്. ഇവിടെ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻറ്റിബോഡീസ് ഇല്ലാത്തത്? നമുക്കറിയാം ആൻറ്റിജൻസ് ഉള്ളതിൽ ഓപ്പോസിറ്റ് ആൻറ്റിബോഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ AB ബ്ലഡ് ഗ്രൂപ്പിൽ 2 ആൻറ്റിജനും ഉണ്ട്, A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്തില്ല? ആൻറ്റിബോഡീസ് ആബ്സെന്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ്സ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ 2-3 പ്രാവശ്യം 2-3 ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് അല്ലേ? ഹൈപ്പോതലാമസ് ആണ് നമ്മളെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ D ആണ്, ഹൈപ്പോതലാമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചൂസ് ദ കറക്റ്റ് പെയർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് പെയർ? ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും ആണ് തന്നത്. ഏതാണ് കറക്റ്റ് പെയർ? പ്രൊലാക്റ്റിൻ ആണ്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ A ആണ്. പ്രൊലാക്റ്റിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പോൾ കറക്റ്റ് പെയർ ആൻസർ A ആണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, പ്രൊലാക്റ്റിൻ. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് വിച്ച് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് വൈറൽ ഡിസീസസ്. നമ്മൾ 2-3 ലൈവിൽ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു, മിസ് ഇത് മോഡൽ എക്സാമിന് വന്നതാണ്, ഇത് പിന്നെയും വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഷുവർ ആയിട്ട് പറഞ്ഞതാണ്, ഇത് ഉറപ്പാണ്, എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ഏതാണ്? നമ്മൾ വൈറൽ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഇന്റർഫെറോൺസ് അല്ലെ? നമ്മൾ ഇൻസുലിൻ ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുതെന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും ഇന്റർഫെറോൺസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ ഒരു വേർഡ് പെയർ റിലേഷൻ അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും ഇത് ശരിയായിട്ടുണ്ടാവും. ജനറ്റിക് സിസേഴ്സ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണെങ്കിൽ ജനറ്റിക് ഗ്ലൂ ഏതാണ്? ഏത് എൻസൈം ആണ് ജനറ്റിക് ഗ്ലൂ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഏത് എൻസൈം ആണ്? എൻസൈം ലിഗേസ് ആണ് അല്ലേ? എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും, എൻസൈം ലിഗേസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is true about yellow spot? Again നമ്മൾ യെല്ലോ സ്പോട്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇട്ടപ്പോൾ പറഞ്ഞതാണ് യെല്ലോ സ്പോട്ട് എന്തായാലും നോക്കണത്. യെല്ലോ സ്പോട്ടിനെ പറ്റിയിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം D ആണല്ലേ. ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി ഉള്ള സ്പോട്ടാണ് യെല്ലോ സ്പോട്ട്, കാരണം അവിടെ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? D ആണ്. ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളുടെ 8th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇസ് നോൺ ആസ് യൂത്ത് ഹോർമോൺ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യൂത്ത് ഹോർമോൺ ഏതാണെന്ന് അറിയുന്നത് അല്ലേ? അപ്പോൾ ഏതാണ് നമ്മളുടെ യൂത്ത് ഹോർമോൺ? തൈമോസിൻ ആണല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം തൈമോസിൻ ആണ് നമ്മളെ യൂത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോട്ടോസോവൻ ഡിസീസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പ്രോട്ടോസോവൻ ഡിസീസ്? നമ്മൾ ഇതിനെ പറ്റിയിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഏതാണ് വെക്ടർ, ഏതാണ് പ്രോട്ടോസോവൻ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാനിസം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മലേറിയ അല്ലെ? പ്രോട്ടോസോവൻ ഡിസീസ് ആണ് മലേറിയ. മലേറിയ ഉണ്ടാക്കുന്ന ആരാണ്? പ്രോട്ടോസോവയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. ഓപ്ഷൻ A മലേറിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗാനിസം ബിലോങ്സ് ടു സെർക്കോപിത്തിക്കോയിഡ്. സെർക്കോപിത്തിക്കോയിഡിലെ വരുന്നത് ഏത് ഓർഗാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മങ്കി ആണല്ലേ? നമ്മൾ 2 ബ്രാഞ്ച് ആയിട്ട് പോയിരുന്നു, ഒന്ന് സെർക്കോപിത്തിക്കോയിഡ്, ഒന്ന് ഹൊമിനോയിഡിയെ. ഇതിൽ മങ്കി മാത്രമാണ് സെർക്കോപിത്തിക്കോയിഡിലെ വരുന്നത്. നമ്മൾ എത്ര പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് സെർക്കോപിത്തിക്കോയിഡിൽ ആൻസർ വരുന്നത്? ഓപ്ഷൻ C മങ്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിലെ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എല്ലാവരും ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. ഓക്കെ.